നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് 10ാം ക്ലാസ് കേരള പാഠാവലി. അതിലെ 1ാമത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. അതിലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗമാണ്. യൂണിറ്റിന്റെ പേര് തന്നെ എന്താണ്? ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. അതെ, ഭാഷ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. നിറയെ മനോഹരമായ പൂക്കൾ. ഭാഷ അങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സംസ്കാരം തളിർത്ത് വരിക തന്നെ ചെയ്യും. ഈ ആശയത്തെ അർത്ഥമാക്കുന്ന ഒരു പാഠം തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കാനായി പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വായോ വായോ, കാണൂ കാണൂ, കേൾക്കൂ കേൾക്കൂ, പഠിക്കൂ പഠിക്കൂ. ക്ലാസ്സിലേക്ക് കയറും മുൻപ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും എൻ്റെ ക്ലാസ് കണ്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകൾ രേഖപ്പെടുത്തണം. ചെയ്യുമല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം. മാതൃഭാഷ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുടികൊള്ളുന്ന ഭാഷ. ഓർമ്മയായ കാലം മുതൽ നമ്മൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലുമെല്ലാം കൊണ്ടു നടക്കുന്ന ഭാഷ. ആ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ സംസ്കാരത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും, കൂടാതെ ആധുനിക കാലത്തെ മനുഷ്യന്റെ ഭാഷയിലുള്ള ചിന്താഗതിയെക്കുറിച്ചും എല്ലാം ഈ പാഠത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കെല്ലാം പരിചിതനായ ഒരു വ്യക്തിയാണ് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പ്രകാശ് രാജ്. ഓർമ്മ വരുന്നുണ്ടോ അദ്ദേഹം ആരാണെന്ന്? തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക്, മലയാളം ഈ ഭാഷകളിലെല്ലാമുള്ള ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചലച്ചിത്ര നടനാണ് അദ്ദേഹം. ഇപ്പോൾ കുറെ പേർക്ക് അദ്ദേഹത്തിന്റെ മുഖം മനസ്സിൽ വന്നിട്ടുണ്ട്. എങ്കിലും ചിലർക്കൊക്കെ ഇപ്പോഴും ഒരു അപരിചിതത്വ ഭാവം കാണപ്പെടുന്നുണ്ട്. അതൊന്ന് മാറ്റാം. ഇതാ, ഞാനൊരു ചിത്രം നിങ്ങൾക്ക് നൽകാം, അത് കാണുക. കണ്ടല്ലോ? ചിത്രം കണ്ടപ്പോൾ ഇതാ എല്ലാവരുടെ മനസ്സിലും, ഓ, ഇദ്ദേഹമാണോ പ്രകാശ് രാജ്? ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകൾ മനസ്സിൽ രൂപം കൊണ്ടിട്ടുണ്ടാകണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ. അപ്പൊ പ്രകാശ് രാജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം ഒരു നടനാണ് എന്ന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹം ആധുനിക മനുഷ്യനെ വിഴുങ്ങുന്ന തിന്മകളെ, നന്മകളെയല്ല തിന്മകളെ, സ്വന്തം ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യുകയും വിശകലനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ 23 ലേഖനങ്ങൾ അടങ്ങിയ ലേഖന സമാഹാരം. അതിന്റെ പേരാണ് നമ്മെ വിഴുങ്ങുന്ന മൗനം. അദ്ദേഹം എഴുതിയ ആ ലേഖന സമാഹാരത്തിന്റെ പേരാണ് നമ്മെ വിഴുങ്ങുന്ന മൗനം. ഇത് കന്നഡ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. കന്നഡയിൽ നിന്നും അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സുധാകരൻ രാമന്തളിയാണ്. ആ വിവർത്തന കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്
ഇവിടെ ഒരു വാക്യം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത്. പക്ഷികൾ ആകാശമാർഗേണ സ്വതന്ത്രരായി സന്തുഷ്ടരായി അവരുടെ ഇഷ്ടമനുസരിച്ച് പറന്നു നടക്കുന്നു. അങ്ങനെ അവർക്ക് പറന്നു നടക്കാൻ സഹായിക്കുന്ന അവരുടെ അവയവമാണ് ചിറകുകൾ. ഇവിടെ നമ്മൾ മനുഷ്യർക്കും ചിറകുകളുണ്ട്. നമ്മുടെ ചിറകുകൾ നമ്മുടെ മാതൃഭാഷയാണ്. മാതൃഭാഷയാകുന്ന ആ ചിറകുകൾ ഉണ്ടെങ്കിൽ പക്ഷികളെ പോലെ നമുക്കും പറന്ന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നമ്മുടെ പാഠത്തിന്റെ പേര് ഒന്നുകൂടി പറയട്ടെ. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. നദി, ജീവനുള്ള നദിയാണത്രേ മാതൃഭാഷ. അത് ഏതിലൂടെയാണ് ഒഴുകുന്നത്? നമ്മുടെ ഉള്ളിലൂടെ, നമ്മുടെ ശരീരത്തിനകത്തൂടെയാണ് ആ മാതൃഭാഷയാകുന്ന ജീവനദി ഒഴുകുന്നത്. നദി പ്രകൃതിയുടെ സുന്ദരമായ ഒരു ആവിഷ്കാരം. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ആ പ്രകൃതിദത്തമായ പുഴ, നദി കാണാൻ എന്തൊരു ഭംഗിയാണ്. നമ്മളങ്ങനെ നോക്കി നിന്നു പോകും. അതുപോലെ ജീവനുള്ള നദിയാകുന്ന ആ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൂടെ ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഒരു മനുഷ്യന്റെ ചിത്രമാണ്. അയാളുടെ ശരീരം ശിരസ് മുതൽ പാദം വരെ നമ്മുടെ മാതൃഭാഷയിലുള്ള ചില മനോഹരമായ പദങ്ങൾ നൽകിയിരിക്കുന്നു. നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അച്ഛൻ, അമ്മ, ഭൂമി, സഹഭാവം, പ്രതിരോധം, ഇങ്ങനെ അനേകം പദങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ടോ? ആ മാതൃഭാഷയിലെ ആ പദങ്ങൾ ആ മനുഷ്യ ശരീരം നിറച്ചുണ്ട്. എന്ന് വെച്ചാൽ മാതൃഭാഷ വഹിക്കുകയാണ് ആ ശരീരം. അങ്ങനെയുള്ള ആ മനുഷ്യൻ തന്റെ 2 കൈകളും വിരിച്ച് പറക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലെ ആശയത്തിലേക്ക് വരാം. ഈ പാഠം എഴുതിയിരിക്കുന്നത് ആരാണെന്നെല്ലാം നമ്മൾ പഠിച്ചു. അദ്ദേഹം ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് സ്വന്തം ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൾക്ക് 5 വയസ്സാണ് പ്രായം. സ്കൂൾ അടച്ചതിനാൽ അദ്ദേഹവും ഭാര്യയും മകളും കൂടി അദ്ദേഹത്തിന്റെ നാട്ടിൽ വേനലവധി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. സ്കൂള് തുറന്നാൽ അവർക്ക് തിരിച്ചു പോകണം. അദ്ദേഹത്തിന്റെ നാട് കർണാടകമാണ്. അതുകൊണ്ട് തന്നെ മാതൃഭാഷ ഏതായിരിക്കും? കന്നഡയായിരിക്കും. അങ്ങനെ ഒരു ദിവസം ആ അച്ഛനും 5 വയസ്സുകാരിയായ മകളും കൂടി കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്. പോകുന്നതിന് മുൻപ് അച്ഛനും മകളും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. കരാർ, ഉടമ്പടി, വ്യവസ്ഥ. അത് ഇതായിരുന്നു: കടയിൽ നിന്നും പച്ചക്കറി ഞാൻ തന്നെ ചോദിച്ചു വാങ്ങും. അച്ഛൻ അതിൽ ഇടപെടരുത്. ഇതായിരുന്നു മകൾ അച്ഛനോടുണ്ടാക്കിയ കരാർ. അച്ഛൻ സമ്മതിച്ചു. ശരി, നീ തന്നെ എല്ലാം ചെയ്തുകൊള്ളൂ, ഞാൻ ഒന്നിലും ഇടപെടുകയില്ല. അങ്ങനെ അവർ 2 പേരും മഹാബലിപുരം, ഒരു ഗ്രാമമാണ്, അവിടെ വഴിയരികിലുള്ള ഒരു ചെറിയ പച്ചക്കറി കടയിൽ ചെല്ലുന്നു. അവിടെ ഒരു വൃദ്ധയാണ് കച്ചവടക്കാരി. മകൾ ആ വൃദ്ധയുടെ അടുത്ത് ചെന്നിട്ട്, അവിടെ എല്ലാ പച്ചക്കറിയും ഇരിപ്പുണ്ട് കേട്ടോ, വൃദ്ധയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബ്രിഞ്ചാൾ, ചില്ലി, പൊട്ടറ്റോ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പദങ്ങളിൽ പച്ചക്കറികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ വൃദ്ധയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ ആകെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. ഈ 5 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ കന്നഡയും അറിയില്ല. പച്ചക്കറി വാങ്ങണ്ടേ? അച്ഛനോടാണെങ്കിൽ കരാറും വെച്ചിരിക്കുകയാണ്, ഒന്നിലും ഇടപെടരുതെന്ന്.
എന്തു ചെയ്യും? ബുദ്ധിമതിയാണ് ഈ കൊച്ചു പെൺകുട്ടി. അവൾ എന്തു ചെയ്തു എന്നോ? പച്ചമുളകിൽ തൊട്ടിട്ട് ഇത്, വഴുതനങ്ങയിൽ തൊട്ടിട്ട് ഇത്, അതുപോലെ പൊട്ടറ്റോ എന്ന പച്ചക്കറിയിൽ തൊട്ടിട്ട് ഇത്, അങ്ങനെ ഓരോ പച്ചക്കറിയിലും തൊട്ടു തൊട്ട് കാണിച്ച് അവൾ ഒടുവിൽ അവയെല്ലാം വാങ്ങി. കാര്യമൊക്കെ സാധിച്ചു. ഇതെല്ലാം ആര് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ? ഈ കുട്ടിയുടെ അച്ഛൻ, നമ്മുടെ ലേഖകൻ പ്രകാശ് രാജ്. അദ്ദേഹത്തിന് ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഉള്ളിൽ കോപം തിളച്ചു മറിയുകയാണ്. കോപം മാത്രമല്ല, മനസ്സിൽ ഒരു ഉത്കണ്ഠയും. എന്റെ മകൾക്ക് എന്റെ മാതൃഭാഷ അറിയില്ലല്ലോ എന്നോർത്തിട്ടാണ് അദ്ദേഹം സങ്കടപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം ആ മകളെയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയപ്പോൾ ആകെ പൊടിപൂരം. ഭാര്യയുമായിട്ട് വലിയ വഴക്ക്. എന്തിനാണ് വഴക്കിട്ടത്? നീ എന്റെ മകളെ എന്തുകൊണ്ട് മാതൃഭാഷ പഠിപ്പിക്കാൻ അയച്ചില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല? ഇതായിരുന്നു വഴക്കിന് കാരണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, മകളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അമ്മ വിചാരിച്ചു, മകൾ മാതൃഭാഷ പഠിച്ചിട്ട് എന്താകാനാണ്? എന്നാൽ വലുതായി വരുമ്പോൾ, വലിയ വലിയ പ്രയോജനങ്ങൾ നേടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെയല്ലേ ആവശ്യം. അതുകൊണ്ട് ആ അമ്മ മകളെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അതുപോലെ ഹിന്ദി ഇതൊക്കെ പഠിക്കാനായിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് ഈ കുഞ്ഞിന് മാതൃഭാഷ പഠിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൾക്ക് ഒട്ടും തന്നെ കന്നഡ അറിയുകയുമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ഫസ്റ്റ് പേജിന്റെ അവസാനം, മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ നിർബന്ധമായിരുന്നു. എന്തായിരുന്നു ആ നിർബന്ധം? മാതൃഭാഷ നിർബന്ധമായും പഠിക്കണം എന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾക്ക് അത് ഒട്ടുമേ അറിയില്ല എന്ന ഒരു അവസ്ഥയല്ലേ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോപവും, അതുപോലെ മകൾക്ക് ഇത് അറിയില്ലല്ലോ എന്നോർത്ത് സങ്കടവും ഉണ്ടാകുമല്ലോ. അടുത്ത പേജിലെ ആദ്യത്തെ പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം അല്ലേ? ലേഖകൻ പറയുന്നു, അദ്ദേഹത്തിന്റെ മാതൃഭാഷ കന്നഡയാണ്. കർണാടക സ്റ്റേറ്റ്, അവരുടെ മാതൃഭാഷയാണ് കന്നഡ. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നു, നമുക്ക് നമ്മുടെ മാതൃഭാഷ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. നമ്മുടെ മാതൃഭാഷ ഏതാണ്? നമ്മൾ മലയാളികളുടെ മാതൃഭാഷ മലയാളം. ഈ മലയാളം നമ്മൾ സംസാരിക്കാൻ, പ്രകടിപ്പിക്കാൻ എങ്ങനെയാണ് പഠിച്ചത്? ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചതാണോ? ഒട്ടുമേ അല്ല, നമ്മൾ സ്വയം പഠിച്ചതാണ്. ഒരു കുഞ്ഞ് ജനിച്ച് കുറേ നാളുകൾ, ഒരു 7-8 മാസം കഴിയുമ്പോൾ ആ കുഞ്ഞ് പതുക്കെ പതുക്കെ വാക്കുകൾ ഉച്ചരിക്കാൻ ശ്രമിക്കുന്നു അല്ലെ? അങ്ങനെ ശ്രമിക്കുമ്പോൾ ആദ്യം വരുന്ന വാക്ക് ഏതാണ്? നമ്മളെല്ലാം വിളിച്ച ആദ്യത്തെ വാക്ക് അമ്മേ അമ്മേ എന്നാണ് അല്ലെ? മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ശരിയല്ലേ? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന ആ കുഞ്ഞിന് അമ്മിഞ്ഞ പാലിനോടൊപ്പം ആദ്യമായിട്ട് വരുന്ന ആ വാക്ക് അമ്മ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാതൃഭാഷ ആരും പഠിപ്പിച്ചിട്ടല്ല, സ്വയം പഠിക്കുകയാണ്. ഇവിടെ ലേഖകൻ നമ്മളോട് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അവൻ മുട്ടിലിഴഞ്ഞ് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. 2 മുട്ടുകൾ നിലത്തുകുത്തി, തൻ്റെ കൈകളും നിലത്തുകുത്തി അവൻ നിഷ്പ്രയാസം
വീടിനകത്തും പുറത്തും എല്ലാം അവൻ സഞ്ചരിക്കുന്നു. നമ്മളെല്ലാം അങ്ങനെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. അതൊക്കെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. എന്തായാലും ഈ മുട്ടിലിഴയാൻ ഈ കുഞ്ഞിനെ ആരാണ് പഠിപ്പിച്ചത്? അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? അല്ല. ആ കുഞ്ഞ് തനിയെ പഠിക്കുന്നതാണ്, സ്വയം പഠിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. ഏത്? മാതൃഭാഷ. അപ്പോൾ മാതൃഭാഷ, വീണ്ടും ഞാൻ പറയുകയാണ്, ആരും പഠിപ്പിച്ചതല്ല, നമ്മൾ സ്വയം പഠിച്ചെടുത്തതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, എനിക്ക് കന്നഡ മാത്രമല്ല അറിയാവുന്നത്, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി, എൻ്റെ തൊഴിലിനായി ഞാൻ പഠിച്ചതാണ്. അപ്പോൾ മാതൃഭാഷ അദ്ദേഹം സ്വയം പഠിച്ചു. എന്നാൽ മറ്റു ഭാഷകൾ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ തൊഴിലിനു വേണ്ടി, ആവശ്യങ്ങൾക്കു വേണ്ടി. അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണ് എന്ന് നമുക്കറിയാം. അഭിനയമാണ്. സിനിമ, അഭിനയം. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശബ്ദം നൽകണമല്ലോ കഥാപാത്രങ്ങൾക്ക്. പ്രകാശ് രാജ് പല ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിലും. അദ്ദേഹം അഭിനയിക്കുന്ന ആ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം തന്നെയാണ് ശബ്ദം കൊടുക്കുക. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ഉപയോഗിക്കാറേയില്ല. അപ്പോൾ ആ തൊഴില്, തന്റെ തൊഴിൽ, അഭിനയത്തിന് വേണ്ടി ഞാൻ മറ്റു ഭാഷകളെല്ലാം പഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിത്വമുണ്ട്, ഹെർമൻ ഗുണ്ടർട്ട്. ജർമ്മൻ ഭാഷാ വിദഗ്ധനായ അദ്ദേഹം ഏകദേശം 18 ഭാഷകളോളം പഠിച്ചിരുന്നു, അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഭാരതത്തിലും എത്തി. ഇവിടെ എത്തിയത് ക്രിസ്തുമത പ്രചാരണത്തിനായിരുന്നു. ഭാരതത്തിലെത്തിയ അദ്ദേഹം നമ്മുടെ കൊച്ചുനാടായ കേരളത്തിലും എത്തി. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാകണ്ടേ കാര്യങ്ങൾ. അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? അവരെ ജർമ്മൻ പഠിപ്പിക്കാനല്ല ശ്രമിച്ചത്, പകരം അദ്ദേഹം മലയാളം പഠിച്ചെടുത്തു. അങ്ങനെ ചുരുക്കത്തിൽ അദ്ദേഹം തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഇങ്ങനെ ഭാരതത്തിലെ പല ഭാഷകളും തന്റെ മതപ്രചാരണത്തിനായിട്ടും മറ്റും പഠിച്ചെടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, 18 ഭാഷകളോളം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അങ്ങക്ക് എത്ര ഭാഷകളാണ് അറിയാവുന്നത്? അങ്ങ് മരിച്ച് സ്വർഗത്തിലെത്തിയാൽ ഈശ്വരൻ അങ്ങയോട് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചാൽ, അങ്ങക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങ് എന്താണ് ആവശ്യപ്പെടുക? ഒരു സംശയവുമില്ലാതെ ഗുണ്ടർട്ട് പറഞ്ഞു, എനിക്ക് പുതിയ പുതിയ ഭാഷകൾ ഇനിയും പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണം. അതായിരിക്കും ഞാൻ ചോദിക്കുന്ന വരം. ഇതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഭാഷകൾ പഠിക്കാനുള്ള താല്പര്യം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, ഹെർമൻ ഗുണ്ടർട്ടാണ് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, മലയാള വ്യാകരണം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം നൽകിയത്. ഇനി നമുക്ക് ലേഖകന്റെ വാക്കുകളിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നു, എനിക്ക് എൻ്റെ ഭാഷയിൽ, മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും എല്ലാം അറിയാം. നമുക്കും അറിയാമല്ലോ, നമ്മുടെ മലയാളത്തിൽ നമുക്ക് എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. പക്ഷെ അത് മാത്രം പോരാ എന്നാണ് ലേഖകൻ പറയുന്നത്. പിന്നെ എന്താണ് വേണ്ടത്? വേണ്ടത് എന്താണെന്നോ? ആ ഭാഷയിൽ ഉള്ള സാഹിത്യകാരന്മാർ രചിച്ച സാഹിത്യകൃതികളും വായിക്കണം. അത് പറഞ്ഞപ്പോൾ നമുക്ക് ഒരല്പം ഇല്ല, ഞങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്നൊരു തോന്നലല്ലേ? ശരിയാണ്, നമ്മളിൽ പലരും അധികം പുസ്തകങ്ങൾ വായിക്കുന്നവരല്ല. പക്ഷെ ലേഖകൻ പറയുന്നു, ഭാഷ അറിഞ്ഞാൽ മാത്രം പോരാ, ആ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഉത്കൃഷ്ടമായ സാഹിത്യകൃതികൾ വായിച്ചിരിക്കണം. ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ വായനയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. വായന ഒരു മനുഷ്യന്റെ അറിവ് വളർത്തുന്നത്, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി വളർത്തിയെടുക്കുന്നത്. നല്ല നല്ല
പുസ്തകങ്ങളുടെ വായനയിലൂടെയാണ്. നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം. അത് നമുക്ക് പൂർണ്ണത നൽകും, അറിവ് നൽകും. അപ്പോൾ നിങ്ങൾ ഇനിയും അങ്ങനെ ശ്രമിക്കുമല്ലോ? അതെ, നമുക്ക് ലേഖകന്റെ വാക്കുകളിലേക്ക് വീണ്ടും വരാം. അങ്ങനെ അദ്ദേഹം ആ സാഹിത്യകൃതികളെല്ലാം വായിച്ച് ഇതാ ഒരു ശില്പം എന്ന പോലെ കൊത്തി രൂപപ്പെട്ടിരിക്കുന്നു എന്ന്. ശില്പികൾ മരത്തിലും പാറക്കല്ലുകളിലുമെല്ലാം കൊത്തിയുണ്ടാക്കുന്ന മനോഹര രൂപം. ആ ശില്പികൾ അത് കൊത്തിയുണ്ടാക്കുന്നതിന് മുൻപ് ആ പാറക്കഷ്ണത്തിനോ ആ മരത്തടിക്കോ വല്ല ഭംഗിയും ഉണ്ടായിരുന്നോ? ഇല്ല. അത് കൊത്തി രൂപപ്പെടുത്തിയപ്പോഴാണ് അത് ശില്പമായി മാറിയത്. ശില്പമായപ്പോൾ അതിന് സൗന്ദര്യം വെച്ചു. അപ്പോൾ നമ്മൾ ഭാഷ പഠിച്ചാൽ മാത്രം പോരാ, ഭാഷയിലുള്ള ഉത്കൃഷ്ട കൃതികൾ വായിച്ച് ഒരു ശില്പത്തെ പോലെ അതീവ സൗന്ദര്യമുള്ളവരായി തീരും എന്നാണ് പറയുന്നത്. അദ്ദേഹം വായിച്ച് അങ്ങനെ ഒരു ശില്പം പോലെ അദ്ദേഹത്തിന്റെ ചിന്തകൾ രൂപപ്പെട്ടു എന്ന് പറയുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നു, ഇതാ ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പിലൊഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ കന്നഡ ഭാഷ, അദ്ദേഹത്തിന്റെ മാതൃഭാഷ അങ്ങനെ ഒഴുകുകയാണ്. ഏതുപോലെ? ശ്വസിക്കുന്ന വായു പോലെ, കഴിക്കുന്ന ഭക്ഷണം പോലെ, ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തം പോലെ. ഇതെല്ലാം നമുക്ക് വേണ്ടതല്ലേ? ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല, ജീവൻ നിലനിൽക്കുകയില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കൂ, എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ. ആ പ്രയോഗത്തിന്റെ ഭംഗിയൊന്ന് ശ്രദ്ധിക്കൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങി നിൽക്കുന്നു, അനേകം. എത്ര എണ്ണമുണ്ടെന്ന് നമുക്ക് എണ്ണിത്തീർക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നക്ഷത്രത്തെ എണ്ണിത്തീർക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടെ ലേഖകൻ പറയുന്നു, എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ആ എണ്ണമില്ലാത്ത നക്ഷത്രങ്ങളുടെ അത്ര കഥകൾ അമ്മ അദ്ദേഹത്തിന് കുഞ്ഞായിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ എല്ലാം മാതൃഭാഷയെ പ്രകീർത്തിക്കുകയാണ് ലേഖകൻ ചെയ്യുന്നത്. ശരിയല്ലേ? അടുത്ത വാക്യം നമുക്കൊന്ന് നോക്കാം. വളരെ പ്രാധാന്യമേറിയ ഒരു വാക്യം. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. കണ്ടോ? അദ്ദേഹം മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ഗുണം മറ്റു ഭാഷകൾ വളരെ വേഗം പഠിക്കാൻ സാധിച്ചു എന്നതാണ്. തൻ്റെ തൊഴിലിനു വേണ്ടി തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ ഭാഷകളെല്ലാം അദ്ദേഹം പഠിച്ചു എന്ന് മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പഠിക്കാൻ അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടത് അല്ലെങ്കിൽ എളുപ്പമായി തീർന്നത് അദ്ദേഹത്തിന്റെ മാതൃഭാഷയിലുള്ള അവഗാഹം, അറിവ് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നേടേണ്ടത് നമ്മുടെ മാതൃഭാഷയെ അവഗണിക്കാതെ അത് നന്നായി പഠിക്കുക, നന്നായി പറയാൻ പഠിക്കുക, അതുപോലെ വായിക്കാൻ പഠിക്കുക. എഴുതാൻ പഠിക്കുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ ജോലിയാണ്. വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സംസാരിക്കുന്നത് പോലെയോ അല്ല എഴുത്ത്. അത് നമ്മൾ കുറച്ച് ശ്രമിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. എങ്കിലും മാതൃഭാഷാ പഠനം മറ്റു ഭാഷകൾ പഠിക്കാൻ നല്ലൊരു എളുപ്പമാർഗമായി തീരും എന്ന് ലേഖകൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഇതാ അദ്ദേഹം വീണ്ടും തുടരുന്നു. സ്വന്തം ജീവിത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെല്ലാം, അനുഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ്. എൻ്റെ ഭാഷ കന്നഡ, എൻ്റെ മകളുടെ ഭാഷ തമിഴ്. അതെന്താ അങ്ങനെ? കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്, അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്.
മനസ്സിലായോ? അതുകൊണ്ടാണ് മകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഷയായ കന്നഡ അറിയാൻ കഴിയാതെ വന്നത്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എന്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എന്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം. എന്നത്തെ ഓർക്കുന്നുണ്ടോ? അതെ, അച്ഛനും ആ മകളും കൂടി മഹാബലിപുരത്തെ പച്ചക്കറിക്കടയിൽ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ നടന്ന സംഭവം അല്ലേ? അന്ന് അദ്ദേഹത്തിന് കോപവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതെ, എന്റെ മകൾക്ക് എന്റെ മാതൃഭാഷയുടെ മധുരമായ രുചി അറിയില്ലല്ലോ, അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് അന്ന് അദ്ദേഹം കോപിച്ചതും സങ്കടപ്പെട്ടതും. പിന്നെ അദ്ദേഹം പറയുന്നു, ഭാഷ എന്ന് പറയുന്നത് ഇന്ന് പലരും വിചാരിക്കുന്നത് സംവദിക്കാനുള്ളതാണ്, ആശയവിനിമയം നടത്താനുള്ളതാണ്, സംസാരിക്കാനുള്ളതാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു, അതുമാത്രമല്ല, സംവദിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഭാഷ. ഭാഷയ്ക്ക് അതിനപ്പുറം വലിയ മഹത്വങ്ങൾ ഉണ്ട് എന്നാണ്. ഭാഷയെന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. നമ്മളെ മറ്റൊരാൾ കാണുന്നത്, നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുന്നത് എല്ലാം നമ്മുടെ ഭാഷയിലൂടെയാണ്. അത് ഒരു മനുഷ്യന്റെ ആവിഷ്കാരത്തിന്റെ രൂപം തന്നെയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് നമ്മൾ ശുദ്ധമായി സംസാരിക്കുക. അതായിരിക്കും അവിടെയുള്ള ആളുകൾക്ക് നമ്മൾ നൽകുന്ന ആദരം. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഭാഷ തന്നെ നമ്മളും സംസാരിക്കാൻ പഠിക്കുക. അങ്ങനെ ചെയ്യുന്നത് അവിടെയുള്ള ആളുകളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബഹുമാനം നിറഞ്ഞ പ്രവൃത്തിയായിരിക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഭാഷ അറിയാമെങ്കിൽ തന്നെ, അവരൊക്കെ ഗ്രാമീണരാണ്, അവരുടെ ഭാഷയൊന്നും നമുക്ക് സംസാരിക്കണ്ട, നമുക്ക് പ്രൗഢി നിറഞ്ഞ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇംഗ്ലീഷിൽ അങ്ങോട്ട് സംസാരിച്ചാൽ അത് അവരോട് നൽകുന്ന ആദരവാണോ? അവർക്കൊന്നും മനസ്സിലാവുകയില്ല. അവരിങ്ങനെ കണ്ണും തുറന്ന് വായും പൊളിച്ച് ഇതെന്താ പറയുന്നത് എന്ന മട്ടിൽ നിൽക്കും. ഒരിക്കലും അത് ആദര സൂചകമല്ല. മറിച്ച് ലേഖകൻ പറയുന്നു, അങ്ങനെ ചെയ്യുന്നത് സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. സംസ്കാരമില്ലായ്മ, അതാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ശരിയല്ലേ? വങ്കത്തരം, ഞാൻ വലിയ ആളാണ് എന്ന ഭാവം, സംസ്കാര ശൂന്യതയാണ് അവിടെ ആ വ്യക്തി അപ്രകാരം പ്രവർത്തിക്കുന്നത് മൂലം ചെയ്യുന്നത്. ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി ഞാൻ പോയിരുന്നു. നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്ന് ഞാൻ ചോദിച്ചു. ചിക്കമംഗളൂരിനടുത്തുള്ള ഒരു ഗ്രാമം, അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? മറുപടി കേട്ടു നോക്കൂ. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. ഉത്തരം കേട്ടോ? അതാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് ഇനി ലേഖകനും പറയുന്നുണ്ട്. തുടർന്ന് ശരിയല്ലേ? അതെ, കുട്ടികളെല്ലാവരും ഗ്രാമങ്ങളിലാണ് ജനിച്ചു വളർന്നത് എങ്കിലും അവർക്കാർക്കും മാതൃഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല. കാരണം അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ഉള്ളിലേക്ക് കടന്നാൽ പിന്നെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പല സ്ഥലത്തും. അപ്പൊ ലേഖകൻ ഇവിടെ പറയുന്ന അടുത്ത കാര്യം ഇത് തന്നെയാണ്. അയാളുടെ വാക്കുകേട്ട് ചിരിയും കോപവും എനിക്ക് ഒരുമിച്ചു വന്നു. ഈ ചെറുപ്പക്കാരന്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കണ്ടോ, ഈ ചെറുപ്പക്കാരന്റെ ഉത്തരം എന്തായിരുന്നു? സർ,
ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ എനിക്ക് അറിയില്ല, ശരിക്കറിയില്ല. ഇതേ ഉത്തരമായിരിക്കും ഇനി ഭാവിയിൽ എല്ലാവരും പറയാൻ പോകുന്നത്. അതിന് കാരണം നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വിദ്യാലയങ്ങളില് മാതൃഭാഷയെ എവിടെ ഇരുത്തിയിരിക്കുന്നു? കൈയും കാലും എല്ലാം കെട്ടി കൂച്ചു വിലങ്ങിട്ട് അവിടെ ഒരു മൂലയെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അനങ്ങരുത്, അവിടെ ഇരുന്നോളണം, മിണ്ടരുത് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് കുട്ടികളെ ആ മാതൃഭാഷ ഒരു വാക്കുപോലും പറയാൻ സമ്മതിപ്പിക്കാതെ മുഴുവൻ ഇംഗ്ലീഷ് അതുപോലെയുള്ള വൈദേശിക ഭാഷകളിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാ അവർക്ക്? പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. സ്കൂളിൽ മാത്രമല്ല, വീടുകളിലും അത് തന്നെ സ്ഥിതി. സ്കൂളിലും മാതൃഭാഷ പറയാൻ പറ്റില്ല, വീട്ടിലെത്തിയാലും ഇംഗ്ലീഷ് തന്നെ പറയാവൂ. പിന്നെ അവർക്ക് മാതൃഭാഷ സംസാരിക്കാൻ സാധിക്കുമോ? ഇല്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയെ കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉള്ളപ്പോഴും ആരാണ്? നമുക്കവർ മക്കളല്ല, അന്യരായിട്ട് മാറുന്നു. അവർക്ക് മാതൃഭാഷ അറിയില്ല, നമ്മുടെ ഭാഷയിൽ നമ്മളോട് സംസാരിക്കാൻ അറിയില്ല, അവർ ഇംഗ്ലീഷിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമുക്കവർ അന്യരായിട്ട് മാറും. ഞാൻ ആശയം പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറച്ചു കടുകട്ടിയായിട്ടുള്ള പാഠഭാഗമാണ്, ശ്രദ്ധയോടെ കേട്ടിരിക്കുക കേട്ടോ. ലേഖകൻ വീണ്ടും പറയുകയാണ്, മനുഷ്യർക്ക് ജീവിതത്തിന്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. അനിവാര്യത ഒഴിവാക്കാൻ പറ്റാത്തത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ മാതൃഭാഷയെ കൂടാതെ എത്ര ഭാഷകളും പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നവരുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാട് തന്നെ അപകർഷതാ ബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അദ്ദേഹം പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും ഒക്കെയുള്ള അറിവ് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും അറിയില്ല എന്ന് പറയുന്നത് ഒരു ദുരന്തമായി കാണുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അലഞ്ഞു നടക്കുന്നത് ഒരു ദുരന്തം തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷിൽ ഈ നെഗളിച്ച് നടക്കുന്നവരുണ്ടല്ലോ, ആരാണവർ? നെഗളിക്കുക, അഹങ്കരിച്ച് നടക്കുക, അഹങ്കാരത്തോടെ നടക്കുക. ചില ആളുകളുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാം, ഏത് സ്ഥലത്ത് ചെന്നാലും ആരോടായാലും ഞാൻ നല്ല വണ്ണം ഇംഗ്ലീഷിൽ സംസാരിക്കും, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഉത്കൃഷ്ട കൃതികൾ വായിച്ചിട്ടുണ്ടോ? പ്രഗത്ഭരായ എഴുത്തുകാരന്മാരായ വില്യം ഷേക്സ്പിയർ, കവികളായ വേഴ്സ്വർത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, അങ്ങനെ എത്രയോ പേർ അവരുടെ നോവലുകൾ, നാടകങ്ങൾ, കവിതകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം എന്തായിരിക്കും? ഇംഗ്ലീഷ് എനിക്കറിയാമെന്നും പറഞ്ഞ് നെഗളിച്ചു നടക്കുന്നവരുടെ ഉത്തരം എന്തായിരിക്കും? അദ്ദേഹം ചോദിക്കുന്നു. നമുക്കറിയാം, ഇതൊന്നും ഞങ്ങൾ വായിച്ചിട്ടില്ല എന്നതായിരിക്കും. ശരിയല്ലേ? ഭാഷ പഠിക്കുന്നു, സംസാരിക്കുന്നു, പറയുന്നു, അത് മാത്രമാണ് സത്യം. പക്ഷേ സാഹിത്യകൃതികളൊന്നും വായിക്കുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പദങ്ങൾ അങ്ങനെ പഠിച്ച് ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഭാഷയുടെ സൗന്ദര്യവും സാഹിത്യവും ദർശനങ്ങളും ഒക്കെ പഠിക്കാൻ സാധിക്കുക? ഭാഷ അറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ആ ഭാഷയിലുള്ള ഉത്കൃഷ്ട കൃതികളെല്ലാം വായിച്ച് ആ സാഹിത്യത്തിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ സൗന്ദര്യവും ദർശനങ്ങളും എല്ലാം മനസ്സിലാക്കണം എന്ന് തന്നെയാണ്
വീണ്ടും ലേഖകൻ പറയുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, മാതൃഭാഷ അറിഞ്ഞാൽ പോരാ, മാതൃഭാഷയിലെ ഉത്കൃഷ്ട കൃതികൾ വായിച്ചിരിക്കണം. ഇവിടെ ഇപ്പോൾ പറയുന്നു, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ, ആംഗലം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വിശിഷ്ട കൃതികൾ നിങ്ങൾ വായിച്ചിരിക്കണമെന്ന്. ഇപ്പോഴും അദ്ദേഹം വായനയുടെ പ്രാധാന്യം, വായന നമുക്ക് കൂടുതൽ അറിവും പൂർണ്ണതയും നൽകുന്നു, അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഭാഷ പൂർണ്ണമായിട്ട് പഠിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഇനി ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം, ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം മനസ്സിലാവില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല. വില്യം ഷേക്സ്പിയർ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അത്യുന്നതനായ സാഹിത്യ ചക്രവർത്തി. മാക്ബത്ത്, ഒഥല്ലോ, കിങ് ലെയർ തുടങ്ങിയ അനേകം വിശിഷ്ട കൃതികൾ എഴുതിയ മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ആ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യമല്ല ജ്വലിച്ചു നിൽക്കുന്നത്, മറിച്ച് ക്രൂരതയാണ്. അതുപോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, യുദ്ധം, ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. പത്രത്തിലൊക്കെ അതിന്റെ ഭീകര ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിലെ ആണവ നിലയത്തിലേക്ക് അത് ആക്രമിക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപാണ് അതിന് നേതൃത്വം കൊടുത്തത്, അത് ആക്രമിക്കാനായിട്ട് ഉത്തരവ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ യുദ്ധം ചെയ്യാനുള്ള ആ ഒരു ക്രൂരതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യുദ്ധത്തിനോടുള്ള നിസ്സഹായരായ മനുഷ്യർ എത്ര പേരാണ് ഈ യുദ്ധത്തില് വധിക്കപ്പെടുന്നത്? അത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇവിടെ ലേഖകൻ പറയുന്നത് ഇംഗ്ലീഷാണ്, രണ്ടുപേരും, ഷേക്സ്പിയർ പറയുന്നത് ഇംഗ്ലീഷാണ്, ഡൊണാൾഡ് ട്രംപ് പറയുന്നതും ഇംഗ്ലീഷാണ്. പക്ഷെ ആ പറയുന്നതിൽ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് തെലുങ്കു നാട്ടിലെ ആന്ധ്രാപ്രദേശ്, അവിടെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടി ചാവും, നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും. ഒരു ശാപവാക്കാണത്. ഇതെവിടെയാണ്? തെലുങ്കു നാട്ടിലാണ്. നല്ല കൊടും വരൾച്ചയാണ്, അവിടെ വെള്ളമില്ല, നല്ല ചൂടാണ്. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയുള്ള സ്ഥലത്തെ ഒരു ശാപമാണ്. എന്താണ്? ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാവും, നോക്കിക്കോ എന്ന് കഠിനമായിട്ട് ശപിക്കും. എന്നാൽ മറ്റൊരു ശാപവാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഗോദാവരി കൃഷ്ണ നദീതീരത്തിലെ ജനം, അവർ ശപിക്കുന്നത് നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും, നോക്കിക്കോ എന്നാണ്. രണ്ട് ശാപവും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ രണ്ട് ശാപത്തിലെയും വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അത് അവരുടെ ആ സ്ഥലങ്ങളുടെ പ്രത്യേകതയാണ്. ഒരു സ്ഥലം വെള്ളമൊന്നുമില്ലാതെ കൊടും വരൾച്ചയും ചൂടുമുള്ള സ്ഥലം, മറ്റൊരു സ്ഥലമാണെങ്കിലോ അത് സമൃദ്ധിയുള്ള മരങ്ങൾ നിറഞ്ഞ, ജലം നിറഞ്ഞ, നദിയും എല്ലാമുള്ള സ്ഥലമാണല്ലോ, അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെയുള്ള ജനങ്ങൾ ശപിക്കുമ്പോൾ അവരുടെ വാക്കുകൾ അവരുടെ ആ കാലാവസ്ഥയ്ക്കും സ്ഥലത്തിനും യോജിച്ചതായിട്ട് മാറും. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും കാണാം, ശാപത്തിൽ പോലും. കണ്ടോ, നീ കൃഷ്ണ ഗോദാവരി തീരത്തെ ആളുകൾ ശപിക്കുമ്പോൾ നീ ചെയ്ത പാപങ്ങളുടെ ഫലം നിനക്ക് എന്തായിട്ട് വരുന്ന പറയുന്നത്? ഫലമായിട്ട് വരുമെന്ന്. മറ്റിടത്ത് പറഞ്ഞത് നമ്മൾ പഠിച്ചല്ലോ, വയറു പൊട്ടിച്ചാവുന്ന്. അപ്പോൾ നമ്മൾ ഓരോ ജനതയുടെ ഇവിടെ പറയുന്നത്, അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും എല്ലാം വരുമെന്നാണ്. ഈ ഉദാഹരണത്തിൽ നിന്നും അത് വ്യക്തമായല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി
എന്നുകൂടിയാണ് അർത്ഥം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഭാഷ പഠിക്കുക എന്നാൽ ആ ഭാഷ സംസാരിക്കുന്ന ജനതയുടെ സംസ്കാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. നമ്മുടെ യൂണിറ്റിന്റെ അർത്ഥം എന്താ? ഭാഷ പൂത്തും സംസ്കാരം തളർത്തും. അതാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത്. കഴിഞ്ഞില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കേട്ടിരിക്കൂ. ഒരു നാടിന്റെ വിചാരധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ അസ്തിത്വം, നിലനിൽപ്പ്, അത് നാം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കളഞ്ഞു കുളിച്ചിരിക്കുന്നത്? നമ്മൾ ഭാഷ പഠിക്കുന്നുണ്ട്, അത് നമ്മുടെ ആവശ്യത്തിനു വേണ്ടി, നമ്മുടെ തൊഴിലിനു വേണ്ടി. പക്ഷേ നമ്മൾ ആ ഭാഷയിലെ മറ്റുള്ള ഉത്കൃഷ്ട കൃതികൾ, എഴുത്തുകാർ എഴുതിയ കൃതികൾ, പുസ്തകങ്ങൾ ഒന്നും വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഭാഷ പഠിച്ചെടുക്കുന്നു. അതാണ് നമ്മുടെ അസ്തിത്വം കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിയിരിക്കുകയാണ്. കവചം, പടച്ചട്ട. യുദ്ധസമയങ്ങളിലൊക്കെ അണിയുന്ന ഒരു ഒരു ആവരണമാണ്, ശരീരത്തിൽ അണിയുന്ന ഒരു ആവരണമാണ് പടച്ചട്ട. ആയുധങ്ങൾ വന്ന് ശരീരത്തിൽ തുളഞ്ഞു കയറാതിരിക്കാൻ. ഇവിടെ ഇംഗ്ലീഷ് ഭാഷയെ അങ്ങനെയുള്ള ആ കവചമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന ഒരു ആവശ്യം തന്നെ വന്നിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യം തന്നെയാണെന്ന് പറയാം. കാരണം ഇന്ന് കുട്ടികളെല്ലാവരും പഠനം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കുന്നതിനായിട്ട്, തൊഴിലിനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണല്ലോ. വിദേശ രാജ്യങ്ങളിലെത്താനും അവിടെ അവരുടെ തൊഴിൽ ചെയ്യാനും പഠിക്കാനും എല്ലാം ഇംഗ്ലീഷ് കൂടിയേ കഴിയൂ. അതൊരു വാസ്തവം തന്നെയാണ്. ഇവിടെ അങ്ങനെയുള്ള ആ ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് അത് അറിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന്, വ്യർത്ഥം വെറുതെയാണെന്ന് പേടിപ്പിക്കുകയാണ് എല്ലാവരും. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? തോക്കാണോ, പീരങ്കിയാണോ, വാളാണോ, കുന്തമാണോ? ഏതായുധമാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്നത്? അവരുടെ ഭാഷയായ ഇംഗ്ലീഷ് ആയിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിന്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവർ ബുദ്ധിമാന്മാരാണ്, അല്ലേ? കേവലം കച്ചവടത്തിന് വന്നവരാണ് അവർ. പക്ഷേ കച്ചവടം ചെയ്ത് അവർ നാട് സ്വന്തമാക്കി. അപ്പോൾ അവർ ബുദ്ധിമാന്മാർ തന്നെയല്ലേ? അവർക്കറിയാം, ഇവിടെയുള്ള ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ, അവരൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളുകളെല്ലാം, ഇംഗ്ലീഷ് അറിയുന്ന ആളുകളെല്ലാം ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെ സ്നേഹിക്കും, അവരുടെ ആളായി മാറും എന്നത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് മാത്രമേ സർക്കാർ ജോലികൾ നൽകിയുള്ളൂ, വലിയ മഹത്വം നൽകിയുള്ളൂ, പദവി നൽകിയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെല്ലാം ഇംഗ്ലീഷ് പഠിക്കാൻ ആ കാലഘട്ടത്തിൽ തീരുമാനിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി പറയുന്നുണ്ട്, അധ്യയന മാധ്യമം മാതൃഭാഷയാക്കണം എന്ന്. അക്കാലത്ത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നതുകൊണ്ടാണ് ഗാന്ധിജി ഇപ്രകാരം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുട്ടികളുടെ മേൽ അധിക ഭാരം ചുമത്തുന്നു. അവർ അന്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ചുമക്കാൻ പറ്റാത്തത്ര ഭാരമാണ് അവർ ചുമക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു സ്വേച്ഛാധിപതി ആയിരുന്നു എങ്കിൽ ഇന്നു തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ നിർത്തലാക്കും എന്ന്. എന്നിട്ട് സ്കൂളിൽ ഇന്ന് തന്നെ മാതൃഭാഷയിലുള്ള പഠനം ആരംഭിക്കാൻ വേണ്ട
കാര്യങ്ങൾ ഞാൻ ഏർപ്പാടാക്കും എന്ന്. മാതൃഭാഷ പഠനം അനിവാര്യമാണ്, അത് പ്രയോജനകരമാണ് എന്ന ഒരു ചിന്തയിൽ തന്നെയായിരുന്നു ഗാന്ധിജിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഗാന്ധിജിയുടെ ഇത്തരം വാക്കുകൾ. ഇവിടെ എന്താ പറഞ്ഞു വന്നത്? ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെയുള്ള ആളുകളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പഠിക്കുന്നതിന് പ്രോത്സാഹനം നൽകിയതും ചെയ്യിപ്പിച്ചതും അവരുടെ ആളുകളായി മാറാനായിരുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ അന്നൊക്കെ നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ, അമ്മ, എല്ലാ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരുപാട് അംഗങ്ങൾ അടങ്ങുന്ന ഒരു വീട്, അതാണ് കൂട്ടുകുടുംബം. അവിടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് കഴിയുന്നു, ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ച് കഴിയുന്നു. നല്ല രസമാണ് അല്ലേ? കുറേ കുട്ടികളുണ്ടാവും. അവിടെ എല്ലാവരും വിളിക്കുന്നത്, പരസ്പരം വിളിക്കുന്നത്, അച്ഛന്റെ ചേട്ടനെ വെല്ലിച്ചൻ എന്ന് വിളിക്കും, അച്ഛന്റെ അനുജനെ ഇളയച്ച എന്ന് വിളിക്കും, അമ്മയുടെ ആങ്ങളെ അമ്മാവ എന്ന് വിളിക്കും അല്ലേ? ആ വിളിയിലുള്ള ഒരു ഭംഗി, ഒരു സ്നേഹം, ഒരു ആഴത്തിലുള്ള ബന്ധം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ബന്ധം, ആഴം അങ്കിൾ, ആന്റി എന്ന് വിളിച്ചാൽ കിട്ടുമോ? ഇല്ല. അതാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് പറയുന്നത്. ഇത് കേൾക്കൂ. ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാമൻ, ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആന്റിയുമായി തീർന്നിരിക്കുന്നു. കേൾക്കാൻ ഒരു ഇമ്പമില്ലാത്ത, ബന്ധത്തിന് ആഴമില്ലാത്തതായി മാറിയിരിക്കുന്നു. ബന്ധങ്ങളുടെ സംജ്ഞകൾ നഷ്ടപ്പെടുന്നത്, സംജ്ഞകൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ? അതെ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട്. നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു നഴ്സറി ഗാനമാണ് അതല്ലേ? റെയിൻ റെയിൻ ഗോയവേ, കം അഗൈൻ അനദർ ഡേ, അങ്ങനെ തുടങ്ങുന്ന പാട്ട് എല്ലാവരും പാടിയിട്ടുണ്ടാവും. ഇത് ശരിക്കും ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഒരു നഴ്സറി ഗാനമാണ്. ഇംഗ്ലണ്ട് തണുപ്പ് രാജ്യമാണ്. അവിടെ ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കും, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും, സൂര്യൻ വല്ലപ്പോഴുമേ വരൂ, ചൂട് വളരെ കുറച്ചേ ഉള്ളൂ. തണുത്ത് വിറങ്ങലിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവർ പാടും റെയിൻ റെയിൻ ഗോയവേ എന്ന്, മഴേ മഴേ പോ മഴേ എന്ന്. അതിനൊരർത്ഥമുണ്ട് അല്ലേ? മഴേ മഴയെ പോയിട്ട് വെയിൽ വാ എന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ട്. എന്നാൽ നമ്മുടെ ഈ ചൂട് രാജ്യത്തെ കുട്ടികൾ ഇവിടെ ഇരുന്ന് റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? അദ്ദേഹം ചോദിക്കുന്നു. മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ? അങ്ങനെയല്ല പാടേണ്ടത്. പിന്നെങ്ങനെയാണ് നമ്മൾ പാടേണ്ടത്? എങ്ങോട്ടു പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക, അതല്ലേ വേണ്ടത്? എങ്ങോട്ടു പോകുന്നു മേഘമേ, അവിടെ നിൽക്കൂ, എന്നിട്ട് ഞങ്ങൾക്ക് 4 ഇറ്റു വെള്ളം പകർന്നു നൽകുക. അതാണ് നമ്മൾ പാടേണ്ടത്, അല്ലാതെ മഴേ മഴേ പോകൂ എന്നല്ല. എത്ര അർത്ഥവത്തായ വാക്കുകളാണത് അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കൂ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. പറ്റോ? ചില കാര്യങ്ങൾ. ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല, അത് എന്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പിറന്ന ജാതി, ആ ജാതിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അതെനിക്ക് വേണമെങ്കിൽ മാറ്റാം, കാരണം അതെന്റെ മേൽ വെറുതെ ചുമത്തി വന്നിട്ടുള്ളതാണ്. എന്നാൽ ആർക്കും ആരുടെയും മാതൃഭാഷയെ മാറ്റാനാവില്ല. ശരിയല്ലേ? ജാതി മാറ്റാൻ നമുക്ക്, മറ്റെന്തെങ്കിലും മാറ്റാം,
പക്ഷേ നമ്മുടെ മാതൃഭാഷയെ നമുക്ക് മാറ്റാൻ പറ്റുമോ? നമ്മൾ എവിടെ ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും, UK ചെന്നാലും, കാനഡയിൽ ചെന്നാലും, അവിടെ എത്ര വർഷങ്ങളോളം ജീവിച്ചാലും നമ്മുടെ മാതൃഭാഷ എന്തായിരിക്കും? മലയാളിയുടെ മാതൃഭാഷ മലയാളം മാത്രമായിരിക്കും. അത് മാറ്റാൻ നമുക്കാവുകയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ആരെ മാറ്റുന്നത് പോലെയായിരിക്കും? പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാകും. പെറ്റമ്മയെ മാറ്റുക ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും സംഭവ്യമായ കാര്യമല്ല, ആർക്കും ചെയ്യാനും പറ്റാത്ത കാര്യമല്ല. ആർക്കും ചെയ്യാനും പറ്റാത്തതല്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. ഇവിടെ ഒരു തെറ്റ് പറഞ്ഞു, ക്ഷമിക്കുക, വാക്യത്തെറ്റാണ്. അപ്പോൾ ജാതി വേണമെങ്കിൽ മാറ്റാം, പക്ഷേ മാതൃഭാഷയെ നമുക്ക് ഏതൊരു കാലത്തും, ഏതൊരു സ്ഥലത്തും, ഏതൊരു സമയത്തും മാറ്റാൻ പറ്റുകയില്ല. മഹാകവി വള്ളത്തോൾ പാടിയ 2 വരി: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഒന്ന് പാടൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നെല്ലാവരും ഓർക്കണം. മറ്റുള്ള ഭാഷകളെല്ലാം വെറും ധാത്രിമാരാണ്, സഖിമാരാണ്. ഒരു മനുഷ്യന് അവന്റെ പെറ്റമ്മ അവന്റെ മാതൃഭാഷയാണ്. മഹാകവിയുടെ ഈ വരികൾ ഓർത്തുകൊണ്ട്, സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പാഠത്തിന്റെ ആശയം ഇവിടെ നിർത്താം. അപ്പോൾ നമുക്കിതിലെ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.